നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കനത്ത മഴയിൽ ചേർപ്പ് മേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളക്കെട്ടിലായി. മഴക്കെടുതിയെ തുടർന്ന് ചേർപ്പ് ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. കനത്ത മഴയിൽ കരുവന്നൂർ പുഴ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുമ്പോഴും ഇല്ലിക്കൽ റെഗുലേറ്റർ ഷട്ടറുകൾ പൂർണ്ണമായും ഉയർത്താത്ത അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധം. വിവിധ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. ഓട്ടോയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ചേർപ്പ് ചൊവ്വൂർ സ്വദേശി ബൈക്ക് യാത്രികൻ മരിച്ചു. അന്തരിച്ച പ്രൊഫസർ കെ ഹിരണ്യന്റെ നിര്യാണത്തിൽ പാർലം അമ്മാടത്ത് അനുശോചന യോഗം നടന്നു. വാർത്തകൾ വിശദമായി. കനത്ത മഴയിൽ ചേർപ്പ് മേഖലയിൽ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായി. മഴക്കെടുതിയെ തുടർന്ന് ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ഗവൺമെന്റ് JB സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. ക്യാമ്പ് തുറക്കുന്നതിനാൽ സ്കൂൾ അവധിയായിരിക്കുമെന്ന് ബുധനാഴ്ച രാത്രി തന്നെ സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചേർപ്പ് പഞ്ചായത്തിലെ 15 മുതൽ 19 വരെ വാർഡുകളിൽ നിന്നുള്ള ആളുകളാണ് ക്യാമ്പിലെത്തുന്നത്. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ 20-ലധികം കുടുംബങ്ങളിൽ നിന്നായി 60-ലധികം ആളുകൾ ക്യാമ്പിൽ എത്തിച്ചേർന്നു. ക്യാമ്പുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ചെയ്തു വരികയാണ്. വില്ലേജ് ഓഫീസറുടെ നിർദ്ദേശങ്ങളും ലഭിക്കുന്നുണ്ട്. വേറെ കാര്യങ്ങളൊന്നും വില്ലേജ് വഴി ലഭിക്കുന്നില്ല എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. എന്നാലും നമ്മൾ പഞ്ചായത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായി ഭരണസമിതി ഏറ്റെടുത്ത് ചെയ്തുകൊണ്ട് പോരുന്നു. കനത്ത മഴയിൽ കരുവന്നൂർ പുഴ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുമ്പോഴും ഇല്ലിക്കൽ റെഗുലേറ്റർ ഷട്ടറുകൾ പൂർണ്ണമായും ഉയർത്താതെ അധികൃതർ. മൂർക്കനാട് കാർളം പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി തുടങ്ങി. ദിവസങ്ങളായി തുടർന്ന കനത്ത മഴയിൽ മണലി കുറുമാലി പുഴകൾ ചേർന്നൊഴുകുന്ന കരുവന്നൂർ പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. കരുവന്നൂർ പുഴയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കരുവന്നൂർ പുഴയ്ക്ക് കുറുകെ 50 വർഷത്തിലധികം പഴക്കമുള്ള മൂർക്കനാട് 8 പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഇല്ലിക്കൽ റെഗുലേറ്റർ സ്ഥിതി ചെയ്യുന്നത്. ആകെ 15 ഷട്ടറുകളുള്ള റെഗുലേറ്ററിൽ കാലപ്പഴക്കം മൂലം 3 ഷട്ടറുകൾ പൊക്കാനാവാത്ത വിധം തകരാറിലാണ്. പുഴയിൽ വെള്ളം ഉയർന്നു തുടങ്ങിയിട്ട് പോലും 8 ഷട്ടറുകൾ മാത്രമാണ് അധികൃതർ ഉയർത്തിയിട്ടുള്ളത്. മറ്റ് ഷട്ടറുകളുടെ മുകളിലൂടെ വെള്ളം പോകുന്ന അവസ്ഥയിലാണിപ്പോൾ. യഥാസമയം ഷട്ടറുകൾ തുറന്നിടാതെ അധികൃതരുടെ അനാസ്ഥ മൂലം മൂർക്കനാട് കാർളം പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയിലാണെന്നും മഴ തുടരുന്ന സാഹചര്യത്തിൽ ചിമ്മിനി ഡാം അടക്കം തുറന്നാൽ പുഴയിലേക്ക് കൂടുതൽ വെള്ളം എത്തിച്ചേരാൻ ഇടയുണ്ടെന്നും എത്രയും വേഗം മുഴുവൻ ഷട്ടറുകളും തുറക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ബ്ലോക്ക് സെക്രട്ടറി KK അബ്ദുള്ളക്കുട്ടി ആവശ്യപ്പെട്ടു. പുഴയിൽ ഇത്രയും വെള്ളം വർദ്ധിക്കാനുള്ള ഒരു കാരണം, അതായത് വെള്ളപ്പൊക്കം രൂക്ഷമാകുന്ന മുന്നേ തന്നെ ഇവർ ഷട്ടറുകൾ വരിക്കാത്തതുകൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ് ഇവിടെ. കാരണം ഉത്തരവാദിത്തപ്പെട്ട ആരും ഇവിടുത്തെ MLA യോ അല്ലെങ്കിൽ വാർഡ് കൗൺസിലറോ ഇതിനാരും ഇതിനെ ഉത്സാഹിച്ചിട്ടില്ല. ഇങ്ങനെ പുഴയിൽ വെള്ളം വർദ്ധിച്ചപ്പോൾ പുഴയുടെ ഓരങ്ങളിലുള്ള വീടുകളിലേക്ക് മുഴുവൻ വെള്ളം കയറിയിരിക്കുകയാണ്. ഇവർ യാതൊരു ഉത്തരവാദിത്തമില്ല. അത്രയും വലിയ അപകടം ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ മന്ത്രിയോ ഇവിടുത്തെ വാർഡ് കൗൺസിലറോ ഒന്നും തന്നെ യാതൊരു പ്രവർത്തനം മുന്നോട്ട് നടത്തിയിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത്. ആകെ 15 ഷട്ടറുകളാണ്. ആ 15 ഷട്ടറുകളിൽ 8 എണ്ണം ഇനിയും തുറക്കാൻ കിടക്കുക. അപ്പോൾ വെള്ളം ഇനി ഡാമുകളിൽ നിന്നൊക്കെ വെള്ളം വന്നാൽ കൂടുതൽ വെള്ളത്തിൻ്റെ രൂക്ഷത വർദ്ധിക്കും.
അപ്പോൾ ബണ്ട് പോലും തള്ളിപ്പോകും എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ ഈ അവസ്ഥ. 8ഓളം ഷട്ടറുകൾ തുറന്നിട്ടുണ്ടെന്നും വെള്ളം അത്യാവശ്യത്തിന് ഒഴുകി പോകുന്നുണ്ടെന്നും ഇല്ലിഗൽ റെഗുലേറ്ററിൻ്റെ നവീകരണ പദ്ധതി നബാർഡുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതിനായി സ്ഥലം MLAയും മന്ത്രിയുമായ ഡോക്ടർ ആർ ബിന്ദുവുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും വാർഡ് കൗൺസിലർ നസീമ കുഞ്ഞുമോൻ വ്യക്തമാക്കി. വേനൽ മഴ തന്നെ കനക്കുമ്പോൾ നമ്മളിവിടെ വിളിച്ച് പറഞ്ഞു ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കാറുണ്ട്. ഇപ്രാവശ്യം അതേപോലെ തന്നെ തുറന്നു, 7 ഷട്ടർ തുറന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ രണ്ടാമത് ഈ മഴ വീണ്ടും കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിർത്താതെ മഴയായി കഴിഞ്ഞപ്പോൾ ആ ഷട്ടർ കുറച്ചും കൂടി ഉയർത്തി. കാരണം കണ്ടമാനം വെള്ളം വന്നു, വെള്ളം നല്ലോണം കവിഞ്ഞു. അപ്പോൾ കുറച്ചും കൂടി ഇപ്പോൾ 3 ദിവസമായിട്ട് അവർ പണിക്കാരോട് ഉണ്ട്. ആ 7 എണ്ണം ഉയർത്തി. ഇന്നലെ ഇപ്പോൾ അടുത്തൊരു ഷട്ടർ കൂടി, അങ്ങനെ 8 ഷട്ടർ ഫുള്ളായിട്ട് തുറന്നു നിർത്തുന്നുണ്ട്. പിന്നെ 2-3 ഷട്ടർ നമുക്ക് കേടുണ്ട്. അത് കേടുപാടുകൾ നിർത്താനുള്ള നടപടി എന്തായാലും ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് ചെയിൻ ബ്ലോക്ക് കൊണ്ടുവന്നിട്ട് വേണം അത് ഉയർത്താനായിട്ട്. ആ നടപടി ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കരുവന്നൂർ പുഴയോരത്തുള്ള കാർളം പഞ്ചായത്തിലെ നിരവധി വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കാർളം AUP സ്കൂളിൽ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. 6 കുടുംബങ്ങളിൽ നിന്നായി 16ഓളം പേർ ഇപ്പോൾ ക്യാമ്പിലെത്തിയിട്ടുണ്ട്. ഇനിയും 3ഓളം കുടുംബങ്ങൾ ക്യാമ്പിലെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കാർളം 2ാം വാർഡ് പുഴമ്പള്ളം മേഖലയിലും 1ാം വാർഡ് ചെങ്ങാനിപ്പാടം മേഖലയിലുമാണ് വീടുകളിൽ വെള്ളം കയറിയിട്ടുള്ളത്. പാർലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി സ്മൃതി അമ്മാടും സെന്ററിൽ DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി KV ദാസൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് M സേതുമാധവൻ, സെക്രട്ടറിമാരായ നന്ദകുമാർ കോങ്ങാട്ടിൽ, ടോമി പെലിശ്ശേരി, മണ്ഡലം നേതാക്കളായ CO ജോൺസൺ, AR അപ്പായി, AD ജോണി, ഡേവിസ് കണ്ണനായ്ക്കൽ, ദേവസിക്കുട്ടി ചെറിയത്ത്, സന്തോഷ് കുമാർ സെൻ, സുബ്രഹ്മണ്യൻ കുറുവത്ത്, ജോൺസൺ, ഇറ്റേശൻ, പ്രകാശൻ എന്നിവർ സംസാരിച്ചു. ഓട്ടോയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രികൻ മരിച്ചു. ചേർപ്പുചൊവ്വൂർ ചക്കാലയ്ക്കൽ പുറിഞ്ചുവിന്റെ മകൻ 67 വയസ്സുള്ള മാത്യു ആണ് മരിച്ചത്. ചൊവ്വൂർ പള്ളി പ്രതിനിധി യോഗം സെക്രട്ടറി, കൈക്കാരൻ, പാരിഷ് ബുള്ളറ്റിൻ കമ്മിറ്റി അംഗം, സെന്റ് അക്വാനിക്സ് കുടുംബ യൂണിറ്റ് പ്രസിഡന്റ്, ചേർപ്പ് ആക്സ് കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജൂലൈ 9 തൃശൂർ വെളിയന്നൂരിലാണ് അപകടമുണ്ടായത്. ഭാര്യ വത്സ, മക്കൾ മെൽവിൻ, മൃദുല, മരുമകൻ സിൻഡോ. പ്രശസ്ത കവിയും എഴുത്തുകാരനുമായിരുന്ന പ്രൊഫസർ KK ഹിരണ്യന്റെ നിര്യാണത്തിൽ അമ്മാടം സഹകരണ ബാങ്ക് ഹാളിൽ അനുശോചന യോഗം ചേർന്നു. ജില്ലാ പഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും CPIM ജില്ലാ കമ്മിറ്റി അംഗവുമായ PR വർഗീസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ്, CPIM ചേർപ്പ് ഏരിയ കമ്മിറ്റി അംഗവും അമ്മാടം സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ CB ജോസഫ് പെല്ലിശ്ശേരി, NCP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഘു K മാരാത്ത്, CPI ചേർപ്പ് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം PT സണ്ണി, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനിയൻ, TR മീര, ഗ്രാമസ്വരം പത്രാധിപർ AB അജയ് ഘോഷ്, മനോഹർലാൽ, TG വിനയൻ എന്നിവർ സംസാരിച്ചു. കമേഴ്ഷ്യൽ ബാങ്കിൻ്റെ മാനേജറായിരുന്നു. സാധാരണ ശരാശരി മാനേജറുള്ള ബാങ്കിൻ്റെ സമഗ്രമായ വലിയ സംഭവങ്ങളുടെ മാനേജറായിരുന്നു മാരാണ്. പക്ഷെ അവരും നമ്മുടെ മറ്റ് പൊതു സമൂഹത്തെ പോലെ സമൂഹത്തിൽ കയറിപ്പറ്റി കൂടുതൽ സാധാരണ സ്വഭാവക്കാരല്ല, ഒതുങ്ങി പോകുന്ന ടൈപ്പാണ്. അതാണ് കുടുംബ പശ്ചാത്തലം. അപ്പോൾ അന്ന് തന്നെ ഒരു പുരോഗമനാത്മകമായി ചിന്തിക്കും നിലവിലുള്ള വ്യവസ്ഥകൾക്കെതിരായി, അതുപോലെ തന്നെ സ്ഥാപിത താല്പര്യങ്ങൾക്കെതിരായി വളരെ ശക്തമായി നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നില്ല. സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ സ്ഥാനം വ്യക്തിപരമായി അദ്ദേഹം എടുത്ത ആ വിരോധമായ തീരുമാനം ഞങ്ങൾ മനസ്സുകൊണ്ട് അംഗീകരിക്കുകയാണ്. നല്ല കോളേജ് ലെക്ചറായി നന്നായി പ്രവർത്തിച്ചു. സാഹിത്യ രംഗത്തും കലാരംഗത്തും കായിക മറ്റും കവിതാ രംഗത്തുമൊക്കെ ഏറ്റവും കൂടുതൽ സൂചിപ്പിച്ചതുപോലെ സെബി സൂചിപ്പിച്ചതുപോലെ അഭിമാനകരമായ നമ്മുടെ ഈ കൊച്ചു പഞ്ചായത്തിന്, ഈ ഗ്രാമത്തിന് അഭിമാനം ഉണ്ടാക്കുന്ന നിരവധി കാര്യങ്ങൾ നമുക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. മഴക്കെടുതിയെ തുടർന്ന് ചെർപ്പ് ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിൽ CC മുകുന്ദൻ MLA സന്ദർശനം നടത്തി.
ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹസീന അക്ബർ, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്, സെക്രട്ടറി മുംതാസ്, വില്ലേജ് ഓഫീസർ ശ്രീവിദ്യ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുനിത ജിനു, പ്രിജിത്ത് KP, നസീജ മുത്തലീഫ്, ധന്യ സുനിൽ, അനിത അനിലൻ, പ്രിയലത പ്രസാദ് എന്നിവർ MLAയോടൊപ്പം സന്ദർശനത്തിലുണ്ടായിരുന്നു. ചേർപ്പ് മേഖലയിലെ 20ഓളം കുടുംബാംഗങ്ങളടക്കം 61 പേരാണ് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത്. നാട്ടിക നിയോജക മണ്ഡലത്തിലെ മഴക്കെടുതി സാഹചര്യങ്ങളെ നേരിടാൻ സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണ സജ്ജമാണെന്ന് CC മുകുന്ദൻ MLA പറഞ്ഞു. താമസിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത്. പക്ഷേ ഇവിടെ മാത്രമല്ല, ഓരോ പഞ്ചായത്ത് ചില സ്ഥലങ്ങളിലേക്ക് വെള്ളം കയറി കിടപ്പുണ്ട്. അവരൊക്കെ ഇപ്പോൾ വില്ലേജിൻ്റെ നിർദ്ദേശം അനുസരിച്ചുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്താണെങ്കിൽ കുറച്ച് വീട്ടുകാർ ഇത്തിരി കൂടുതലുണ്ടെന്ന് മാത്രമാണ്. മറ്റുള്ളടത്തൊക്കെ കുറേശ്ശെ ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത്. എന്തായാലും സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ചുള്ള കാര്യങ്ങൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെയേറെ ശ്രദ്ധയോടെയാണ് നമ്മുടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പരിഹരിക്കുന്ന ആവശ്യമായ നിർദ്ദേശം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ചുമതല വഹിക്കേണ്ടത് നമ്മുടെ വില്ലേജ് ഓഫീസറെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മൾ പുതിയ കളക്ടർ ഇപ്പോൾ വന്നുള്ളൂ. കളക്ടറുമായി ബന്ധപ്പെട്ട് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ ആലോചിക്കും. കൂടാതെ ഇതിന് ചുമതല വഹിക്കുന്ന തഹസിൽദാരുണ്ട്, അവരൊക്കെ നമ്മൾ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കണമെന്നാണ് ഇപ്പോൾ നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് പ്രയാസമുണ്ടെങ്കിലും പരിഹരിക്കാൻ ഈ സർക്കാർ തയ്യാറാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ഒരാണ്ട്. താൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന നേതാവ് ഉമ്മൻചാണ്ടിയെ കവിതയിലൂടെ സ്നേഹാർപ്പണം നടത്തുകയാണ് പൊതുപ്രവർത്തകനായ പ്രദീപ് വലിയങ്ങോട്ട്. ഉമ്മൻചാണ്ടിയുമായി വലിയ ഹൃദയബന്ധം പുലർത്തിയിരുന്ന പ്രദീപ് ആൾക്കൂട്ടത്തെ തനിച്ചാക്കി യാത്രയായ നേതാവിനെ കുറിച്ച് സ്വയം എഴുതിയ വരികൾ ആലപിക്കുമ്പോൾ കേൾക്കുന്നവരിൽ ഉള്ളിലൊരു തേങ്ങൽ അനുഭവപ്പെടാം. കേരളമേ കരഞ്ഞ വികാരമേ എന്ന് തുടങ്ങുന്ന കവിത മനോഹരമായാണ് പ്രദീപ് ആലപിക്കുന്നത്. പരാതികൾക്ക് ഉത്തരം തേടുന്ന ജനപ്രിയ നായക, ജനപ്രിയ നായക, കേരളമേ കരഞ്ഞ വികാരമേ, കേരളമേ കരഞ്ഞ വികാരമേ, അലസമായി പാറുന്ന മുടിയൊന്നു ചീകാതെ, ഉണ്ണാതെ ഉറങ്ങാതെ ആരവങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന ക്ഷമാശീല. ചീകിയൊതുക്കാത്ത പാറിപ്പറക്കുന്ന മുടിയിഴകളും ഊണും ഉറക്കവും ഉപേക്ഷിച്ചും ഊർജ്ജസ്വലനായിരുന്ന ഉമ്മൻചാണ്ടിയെ വിങ്ങുന്ന ഓർമ്മകളിലേക്കൊരു മടക്കം കൂടിയാണ് കവിത. നാടിന്റെ ഒട്ടേറെ വിഷയങ്ങളിൽ ഇടപെട്ടും ഒറ്റയാൾ സമരത്തിലൂടെയും ശ്രദ്ധേയനാണ് പ്രദീപ്. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റായ പ്രദീപ് ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മുൻനിര പ്രവർത്തകനാണ്. നാടിന്റെ പല വിഷയങ്ങളും ഉമ്മൻചാണ്ടിയെ നേരിട്ട് കണ്ടും ഫോണിലൂടെയും അറിയിച്ച് പരിഹാരം കണ്ടിരുന്നു. ഏത് സമയത്ത് വിളിച്ചാലും തിരക്കും ഒഴിവ് കഴിവുകളും പറഞ്ഞ് ഒരിക്കലും വിമുഖത കാണിച്ചിട്ടില്ലെന്ന്, സ്നേഹത്തോടെയാണ് പെരുമാറ്റവും. അദ്ദേഹത്തിന്റെ മാന്യത എൻ്റെ പൊതുപ്രവർത്തനത്തിൽ വലിയ മാർഗദീപം പകർന്നിട്ടുണ്ട് പ്രദീപ് പറഞ്ഞു. അശരണരായ ആളുകൾക്ക്, വിശക്കുന്നവർക്കും പതിവായി ഭക്ഷണവും വസ്ത്രവും മരുന്നും എത്തിച്ചു കൊടുക്കുന്ന പ്രദീപ് വലിയങ്ങോട്ട് കാരുണ്യ പ്രവർത്തനത്തിലും മാതൃകയാണ്. സമയം കിട്ടുമ്പോഴെല്ലാം ഉമ്മൻചാണ്ടിയെ സന്ദർശിക്കാറുള്ള പ്രദീപിന് ഒരു ഉത്രാട നാളിൽ പുതുപ്പള്ളിയിൽ വെച്ച് ഉമ്മൻചാണ്ടി സമ്മാനിച്ച ഓണപ്പുടവ നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത പ്രദീപ് പലതവണ പുതുപ്പള്ളി പള്ളിയിലെ കല്ലറയിലേക്കും പോയിട്ടുണ്ട്. നാടിന്റെ നീറുന്ന പ്രശ്നങ്ങൾ പലതവണ കവിതകളിലൂടെ പ്രതികരിക്കാറുള്ള പ്രദീപ് ആദ്യമായാണ് ഒരു ജനനേതാവിനെ കുറിച്ച് എഴുതുന്നത്, അതും താൻ ഏറെക്കാലം മനസ്സിൽ കൊണ്ടു നടക്കുന്ന നേതാവിനെ കുറിച്ച്. പ്രദീപിന്റെ വരികളും ആലാപനവും ഉമ്മൻചാണ്ടി എന്ന ജനപ്രിയ നായകനോടുള്ള മഹത്തായ ആദരവാണ്.
ചേർപ്പ് പടിഞ്ഞാട്ടുമുറിയിൽ റോഡിലേക്ക് തെങ്ങ് വീണതിനെ തുടർന്ന് ചേർപ്പ് തൃപ്രയാർ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം. തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തെങ്ങ് മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ പ്രകാശൻ, മഹേഷ്, സുധീഷ് എന്നിവർ നേതൃത്വം നൽകി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് കരുണം കൂട്ടായ്മ ജനഹൃദയങ്ങളിൽ ഉമ്മൻചാണ്ടി എന്ന വിഷയത്തിനെ ആസ്പദമാക്കി ജില്ലാതലത്തിൽ ഓൺലൈൻ പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ മാന്നമംഗലം സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ ജോൺ ജോബി 1ാം സ്ഥാനവും ചെമ്പുക്കാവ് ഹോളി ഫാമിലി HSSലെ പി ദേവിനന്ദന 2ാം സ്ഥാനവും മുക്കാട്ടുകര സെന്റ് ജോർജസ് LP സ്കൂളിലെ ഹെവൻലിയോൺ ബി ഷാനിൽ 3ാം സ്ഥാനവും ചെമ്പുക്കാവ് ഹോളി ഫാമിലി HSSലെ ജാസ്മിൻ AJ VD ധന്നിയും പ്രോത്സാഹന സമ്മാനങ്ങളും കരസ്ഥമാക്കി. വിജയികളെ കരുണം കൂട്ടായ്മ ചെയർമാൻ ജെൻസൺ ജോസ് കാക്കശ്ശേരിയും കൺവീനർ ശശി നെട്ടിശ്ശേരിയും പ്രഖ്യാപിച്ചു. വിഴിഞ്ഞം തുറമുഖം, കണ്ണൂർ വിമാനത്താവളം, കൊച്ചിൻ മെട്രോ, സ്മാർട്ട് സിറ്റി ഇതെല്ലാം അദ്ദേഹത്തിന്റെ വികസനങ്ങളാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകളാണ്. അതിവേഗം ബഹുദൂരം, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. കേരളത്തിന്റെ വികസനങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത വ്യക്തി നമ്മുടെ ഉമ്മൻചാണ്ടി. ഇന്നും അദ്ദേഹം നമ്മുടെ ജനഹൃദയങ്ങളിൽ കുടികൊള്ളുന്നു. വിനോദസഞ്ചാര കേന്ദ്രമായ പുള്ള് മനക്കുടി റോഡിലൂടെയുള്ള ഗതാഗതം നിർത്തിവെച്ചു. പാടശേഖരങ്ങളിൽ വെള്ളമുയർന്ന് റോഡിന് മുകളിലൂടെ കവിഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് നടപടി. അന്തിക്കാട് പോലീസ് ഇടപെട്ടാണ് ഇതുവഴി ഗതാഗതം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടത്. മനക്കുടി പുള്ള് റോഡും മനക്കുടി കോടന്നൂർ ശാസ്താംകടവ് റോഡും അടച്ചു. തൃശ്ശൂരിലേക്കുള്ള എളുപ്പവഴിയായതിനാൽ ഇതുവഴി നിരവധി വാഹനങ്ങളാണ് ഇടതടവില്ലാതെ സഞ്ചരിച്ചു വരുന്നത്. നമ്മുടെ ഇപ്പോൾ വെള്ളം കയറിയിട്ടുള്ള ഈ പ്രദേശം ഉണ്ടല്ലോ, ഇത് മനക്കുടി പുള്ള് അതേപോലെ തന്നെ കോടന്നൂർ വഴിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പമായ PWD റോഡാണ്. ഒരുപാട് എല്ലാ വർഷവും ഇത്തരത്തിൽ വെള്ളം കയറുന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. നമ്മൾ റോഡ് ഉയർത്താതെ ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി സാധിക്കില്ല. നിരവധി തവണ നമ്മൾ PWD ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇതിൻ്റെ പ്രപ്പോസൽ വെച്ച് ഒരുപാട് പരാതികൾ കൊടുത്തിട്ടുണ്ട്. റോഡ് ഉയർന്നാൽ മാത്രമാണ് ഇതിനൊരു പരിഹാരം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. വ്യാപാരി വ്യവസായി സമിതി സ്ഥാപക നേതാവ് ബിന്നി ഇമ്മട്ടി അന്തരിച്ചു. 63 വയസ്സായിരുന്നു. ഹൃദ്രോഗത്തെ തുടർന്ന് കൊച്ചിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയായിരുന്നു അന്ത്യം. വ്യാപാരി വ്യവസായി സമിതിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. കൂടാതെ തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റുമായിരുന്നു. CPM തൃശൂർ ഏരിയ കമ്മിറ്റി അംഗമാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക 4ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിക വിൻഷുവർ നഗറിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി വാർഡിലെ 50ഓളം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളി കുടുംബാംഗങ്ങൾക്ക് അരി വിതരണം ചെയ്തു. മുൻ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റും കൂടിയായ P വിനു അനുസ്മരണ പ്രഭാഷണം നടത്തി. കോൺഗ്രസ് നാട്ടിക 4ാം വാർഡ് പ്രസിഡന്റ് ശ്രീദേവി സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അരി വിതരണം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റാനിഷ് കെ രാമൻ, കോൺഗ്രസ് നേതാക്കളായ അക്ബർ അലി വലിയകത്ത്, പുഷ്പാഗതൻ, കണ്ണൻ അന്തിക്കാട്ട്, ജഗജീവൻ ചക്കാമടത്തിൽ, ജയരാമൻ, പ്രസാദ് വെള്ളാഞ്ചേരി, സുബ്രഹ്മണ്യൻ മാത്ര, അശോകൻ മാളിയേക്കൽ, രവി വെള്ളാഞ്ചേരി, പ്രമീള പൂക്കാട്, സത്യഭാമ രാമൻ, സരോജിനി അപ്പുണ്ണു, സരള കൃപ്പത്ത്, രമണി, രാധാ കണ്ണപ്പശ്ശേരി, ബീന സുനിൽ എന്നിവർ സംസാരിച്ചു. അളഗപ്പ നഗർ പയ്യാക്കരയിൽ കനത്ത മഴയിൽ വീട് തകർന്നു. പയ്യാക്കര മാപ്രാണി ജോയിയുടെ ഓടിട്ട വീടാണ് കഴിഞ്ഞ ദിവസം തകർന്നു വീണത്. വീടിന്റെ അടുക്കള വശം പൂർണ്ണമായും നിലം പൊത്തി. ജോയിയും ഭാര്യയും 2 മക്കളുമാണ് വീട്ടിൽ താമസം. അപകട സമയത്ത് ജോയിയുടെ മകൻ വീടിനകത്തുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കാലപ്പഴക്കമുള്ള വീടിന്റെ ചുമര് വീണ നിലയിലാണ്. ആമ്പല്ലൂർ വില്ലേജ് ഉദ്യോഗസ്ഥരും അളഗപ്പനഗർ പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി. വാർഡ് മെമ്പർ ജിജോ ജോണിന്റെ നേതൃത്വത്തിൽ വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. കൊടുങ്ങല്ലൂരിലെ ചാപ്പാറയിൽ മലമ്പാമ്പിനെ കണ്ടെത്തി. പന്തിരാംപാല ടൈൽ റോഡിന് സമീപം വ്യാഴാഴ്ച രാവിലെയാണ് മലമ്പാമ്പിനെ കണ്ടത്. പാടത്തിനരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്നിരുന്ന മത്സ്യബന്ധന വലയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മലമ്പാമ്പ്.
തുടർന്ന് നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ON ജയദേവന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പാമ്പിനെ പിടികൂടി വനം വകുപ്പിന് കൈമാറി. അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിച്ചു മാറ്റാതെ അധികൃതരുടെ അനാസ്ഥ. മരോട്ടിച്ചാൽ 2 കുടുംബങ്ങൾ വീട് വിട്ടിറങ്ങി. തൃക്കൂർ, പുത്തൂർ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ മരോട്ടിച്ചാൽ പുളിഞ്ചോടുള്ള 2 കുടുംബങ്ങളാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിൽക്കുന്ന അപകടാവസ്ഥയിലായ മരങ്ങളെ ഭയന്ന് വീട് വിട്ടിറങ്ങിയത്. തൃക്കൂർ പഞ്ചായത്തിലെ 9ാം വാർഡിലെ താമസക്കാരായ കണ്ണമ്പുഴ പ്രിയ, തച്ചാമറ്റത്തിൽ ആൻസി എന്നിവരാണ് സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാൻ കഴിയാതെ മാറി താമസിക്കുന്നത്. ഇവരുടെ വീടുകൾക്ക് ഭീഷണിയായി നിൽക്കുന്ന പുത്തൂർ പഞ്ചായത്ത് പരിധിയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ 3 മരങ്ങളാണ് 2 കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുന്നത്. ഉണങ്ങിയ തേക്കും ഒരു തെങ്ങും മരുതുമരവുമാണ് ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലുള്ളത്. ഈ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യവുമായി വീട്ടുകാർ അധികൃതർക്ക് മുന്നിൽ പരാതിയുമായി പോകാൻ തുടങ്ങിയിട്ട് 1 വർഷം പിന്നിട്ടു. പുത്തൂർ പഞ്ചായത്തിൽ നൽകിയ പരാതിയിൽ അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും പഞ്ചായത്ത് രാജ് ആക്ട് 238A പ്രകാരം മരങ്ങൾ മുറിച്ചു നീക്കാൻ സ്വകാര്യ വ്യക്തിക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും 1 വർഷം കഴിഞ്ഞിട്ടും തുടർ നടപടിയൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ മാസം തൃശൂർ സബ് കളക്ടർക്ക് ഇവർ പരാതി നൽകി. എത്രയും വേഗം മരങ്ങൾ മുറിച്ചു നീക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ കളക്ടർ പുത്തൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടും പഞ്ചായത്ത് അധികൃതർ അനങ്ങിയില്ല. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ കാറ്റ് വീശുമ്പോൾ വീടിന് മുകളിലേക്ക് മരങ്ങൾ പതിക്കുമെന്ന ഭീതിയിൽ 2 കുടുംബങ്ങളും ഇപ്പോൾ മാറി താമസിക്കുകയാണ്. അധികൃതർ കൈയൊഴിഞ്ഞതോടെ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഈ വീട്ടുകാർ. ഞങ്ങളുടെ വീട് ഇരിക്കുന്നത് തൃക്കൂർ പഞ്ചായത്തിലാണ്. ഞാൻ പുത്തൂർ പഞ്ചായത്തിലാണ് ഓൾറെഡി മുന്നേ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുത്തൂർ പഞ്ചായത്തിൽ ബേസിലാണ് ഈ മരം നിൽക്കുന്നത്, ഈ തേക്കുമരം നിൽക്കുന്നത്. ഒരു മരമല്ല, തേക്കുണ്ട്, അതുപോലെ തെങ്ങുണ്ട്, വേറൊരു തേക്കും കൂടി ഉണ്ട്. അപ്പം അങ്ങനെ ഈ തേക്കാണ് ഉണങ്ങി നിൽക്കുന്ന തേക്കാണ്. അതാണ് ഏറ്റവും പ്രശ്നമായിട്ടുള്ളത്. അപ്പോൾ ഈ വീട് പണിയുന്നതിന് മുന്നേ തൊട്ട് ഞാൻ അപേക്ഷ വയ്ക്കാൻ ഞാനും ആ ചേച്ചിയും കൂടി പോയിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ ഒരു രീതിയിൽ ഒരു നടപടി എടുക്കുകയോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. അവസാനം ഞങ്ങൾ രക്ഷയില്ലാണ്ട് പോലീസ് സ്റ്റേഷനിൽ വരെ പോയി. എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എവിടെ ചെന്നാലും ഞങ്ങളോട് മുറിക്കാം ചെയ്യാം എന്നല്ലാണ്ട് ഒരു കാര്യം അവർ പറയണില്ല. ഒരു ജീവൻ ഒരു വില അവർ തരാത്ത രീതിയിലാണ് ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നത്. അവസാനം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസുകാർ പറയുന്നു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, നിങ്ങൾ കളക്ടറേറ്റിൽ പോവുക അല്ലെങ്കിൽ RD ഓഫീസിൽ പോയി അപേക്ഷ വയ്ക്കാൻ. അങ്ങനെ ഞാനും ആ ചേച്ചിയും കൂടി പോയിട്ടും അവിടെ ചെന്ന് അപേക്ഷ വെച്ച് ആ കളക്ടറുടെ അടുത്ത് ഞങ്ങൾ സബ് കളക്ടറുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആള് അവിടെ നിന്ന് ഒരു ലെറ്റർ അയച്ചു കൊടുത്തു. ആ ലെറ്റർ ഞങ്ങൾക്ക് അതിൻ്റെ കോപ്പി കിട്ടി, അവർക്ക് അതിൻ്റെ ഒറിജിനൽ കിട്ടിയിട്ടും പഞ്ചായത്തുകാർ അതിനെതിരെ ആ കളക്ടറിന് ഒരു ലെറ്റർ കിട്ടിയിട്ട് വരെ അവർ അതിനെതിരെ ഒരു നടപടി എടുക്കുകയോ കാര്യങ്ങൾ ചെയ്യുകയോ ഒന്നും ചെയ്യണില്ല. അധികൃതരെ കണ്ണു തുറക്കൂ എന്ന മുദ്രാവാക്യവുമായി ആം ആദ്മി പാർട്ടി തൃശൂർ മണ്ഡലം കമ്മിറ്റി വേറിട്ട പ്രതിഷേധം നടത്തി. ഒളരി കാഞ്ഞാണി PWD റോഡിന്റെ അപകടം നിറഞ്ഞ 3 കുഴികൾ ആം ആദ്മി പാർട്ടി തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടച്ചു. പ്രസിഡന്റ് ആന്റണി തട്ടിൽ, അബ്ദുൾ മജീദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കുഴികൾ താൽക്കാലികമായി അടച്ചത്. ഇത് ആള് പല വിധത്തോളം ആൾക്കാരോട് കുഴിയിൽ വീണിട്ടുണ്ടെങ്കിലും ആൾ തന്നെയാണ് അവരെടുത്ത് മാറ്റുന്നത്. എന്നാൽ ഈ കുഴി ഇന്നേ വരെ അടയ്ക്കാൻ ഒരു അധികൃതരെ കണ്ണു തുറന്നിട്ടില്ല. ആം ആദ്മി പാർട്ടി ഇന്ന് ഒളരി മുതൽ ഈ സിവിലയും വരെ 3 കുഴി ഈ നിമിഷം കൊണ്ട് അടച്ചിട്ടേക്കുക. താൽക്കാലികമായാണ് നമ്മൾ അടച്ചിരിക്കുന്നത്. ഭാഗികമായ ഒരു താൽക്കാലികമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ മറ്റിലും മണലും മാത്രം ഇട്ടിട്ട് അപകടങ്ങളിൽ നിന്ന് ചെറിയ സുരക്ഷ ലഭിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ സഹോദരൻ പറഞ്ഞു പല പ്രാവശ്യം ആൾ തന്നെ അടച്ച കുഴിയാണത്. ഇത് കാരണം ഇത് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ ചെയ്തെങ്കിലേ ഇതിനൊരു വ്യക്തത ഉണ്ടാവുള്ളൂ. എത്രയോ അപകടങ്ങൾ സംഭവിക്കുന്നു. ഇതിന് ഒരു മരണം വരെ സംഭവിക്കാം. അതുമാതിരി കുഴികളാണ്. കോലഴി പഞ്ചായത്തിൽ 13ാം വാർഡിൽ പാമ്പൂർമേൽ പാലത്തിന് സമീപം വീടുകളിൽ വെള്ളം കയറി. വീടുകളുടെ പുറകിൽ കൂടി പോകുന്ന തോട് കോലഴി പഞ്ചായത്ത് വർഷങ്ങളായി വൃത്തിയാകാത്തത് മൂലം സംഭവിച്ചതാണെന്ന് പരിസരവാസികൾ ആരോപിച്ചു. വീടുകളിൽ കോലഴി ആം ആദ്മി പാർട്ടി പ്രവർത്തകർ സന്ദർശിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പ്രശ്നത്തിൽ കോലഴി പഞ്ചായത്ത് ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് റോയ് പൊറനാട്ടുകര, സെക്രട്ടറി സേവ്യർ സെബാസ്റ്റ്യൻ, ബിബിൻ മൈക്കിൾ എന്നിവർ പറഞ്ഞു. മാനസികവും ബുദ്ധിപരവുമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് അഡാപ്റ്റ് സൊസൈറ്റിയുടെ വെങ്ങിണിശ്ശേരിയിലെ സൗജന്യ പരിശീലന കേന്ദ്രത്തിൽ ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ കോഴ്സ് ആരംഭിക്കുന്നു. 15-25 പ്രായപരിധിയിലുള്ള കുട്ടികൾക്ക് ജൂലൈ 30-നുള്ളിൽ 8301074962 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെട്ട് അപേക്ഷിക്കാവുന്നതാണ്. ആദ്യം അപേക്ഷിക്കുന്ന 20 കുട്ടികൾക്കാണ് അവസരം.
അവണിശ്ശേരി തട്ടിൽ EU ഔസേഫ് മകൻ 82 വയസ്സുള്ളപ്പോൾ നിര്യാതനായി. സംസ്കാരം വെള്ളിയാഴ്ച 3 മണിക്ക് ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടക്കും. ചെർപ്പ് എലുവത്തിങ്കൽ ദേവസി മകൻ 75 വയസ്സുള്ള റപ്പായി നിര്യാതനായി. സംസ്കാരം സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6860 രൂപ, പവന് 54,880 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കനത്ത മഴയിൽ ചേർപ്പ് മേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളക്കെട്ടിലായി. മഴക്കെടുതിയെ തുടർന്ന് ചേർപ്പ് ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. കനത്ത മഴയിൽ കരുവന്നൂർ പുഴ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുമ്പോഴും ഇല്ലിക്കൽ റെഗുലേറ്റർ ഷട്ടറുകൾ പൂർണ്ണമായും ഉയർത്താത്ത അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധം. വിവിധ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. ഓട്ടോയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ചേർപ്പ് ചൊവ്വൂർ സ്വദേശി ബൈക്ക് യാത്രികൻ മരിച്ചു. അന്തരിച്ച പ്രൊഫസർ KK ഹിരണ്യന്റെ നിര്യാണത്തിൽ പാർലം അമ്മാടത്ത് അനുശോചന യോഗം നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.